നല്ല പടമാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ്. മാത്യു എന്താ പറയാ, ഇപ്പൊ കുറച്ചും കൂടി വലുതായി. ഈ പറഞ്ഞ പോലെ തന്നെ വിജയൻ കൂടെ അഭിനയിച്ച് അങ്ങനെ കുറച്ച് ഇതായി. പിന്നീട് ഒരു എന്താ ചെറുപ്പം കാണിക്കുമ്പോൾ സ്കൂൾ ലൈഫ് കാണിക്കുമ്പോൾ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ, ആളുകൾ സ്വീകരിക്കും. ഒരു ബേസിൽ, അതെ അതെ, ബേസിൽ വരുമ്പോ അത് കുറച്ചും കൂടി ഒരു ഒരു കയ്യടി കൂടുതൽ ഫാമിലി എന്റർടൈനറാണ്. ഒരു ഡ്രാമ, എല്ലാം ഒരു ഇമോഷണൽ മൊത്തത്തിൽ വരുന്നൊരു. ഇത് സ്പോർട്സും പിന്നെ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പിന്നെ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. അപ്രിസിയേഷൻ പരിപാടി, നല്ല ആക്ടറൊന്നും ഇല്ലാതെ ഇതെനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫീലിംഗ്. അത് ഞാൻ അവനെയാണ് ആവശ്യമില്ല, അവര് എല്ലാ പടത്തിലും നല്ല പെർഫോമൻസ് ആണ്. അവരൊപ്പം സ്പേസ് കിട്ടി തന്നെ വലിയ കാര്യം. ഞങ്ങൾ ഭാഗമായ സിനിമ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ നിന്നുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ അവരുടെ അഭിപ്രായം എടുത്ത് നമ്മൾ അറിയിക്കാം. സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അവര് ബേസിലാണെങ്കിലും മാത്യു ആണെങ്കിലും നമ്മള് മലയാളികൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്, നല്ല അഭിനേതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സിനിമ എന്ന രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടും, സ്വീകരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നു. കൂടുതൽ അഭിപ്രായങ്ങൾക്ക് വെയിറ്റിംഗ് ആണ്. സ്പോർട്സ് റിലേറ്റഡ് ആണ്, പിന്നെ ഭയങ്കര മോട്ടിവേഷൻ തരുന്ന മൂവിയാണ്. കൊള്ളാം, കഥ കൊള്ളാം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരനായി അഭിനയിച്ച പയ്യനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാപ്പി. അമിതയുടെ അഭിനയം, ഈ സ്പോർട്സ് റോളിൽ അമിതയുടെ ഒരു അഭിനയം, അമിതയ്ക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ശരിക്കും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ആള് ഇതുവരെ ചെയ്യാത്തൊരു റോളാണ്, നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സ്പോർട്സിക്ക് പുതിയതായി വന്നപ്പോൾ അവർ എങ്ങനെയുണ്ട്? നൈസായിരുന്നു, നല്ല ഫീലായി, വർക്കായി മൊത്തം. സൂപ്പർ. അവരത് കണ്ടിറങ്ങിയപ്പോ പറയുന്നത് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടു. അപ്പൊ അത് ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് സിനിമ കൊണ്ടെത്തിച്ചു. അല്ലെങ്കിൽ തിയേറ്ററിൽ ആ ഒരു റെസ്പോൺസ് ആണ് കിട്ടുന്നതെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ച ഈ ഓണക്കാലത്ത് ഒരുക്കി വെച്ച ഒരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും തിയേറ്ററിലേക്ക് ഫാമിലി തന്നെ വന്നിട്ട് കാണുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ അത് വരട്ടെ, വന്ന് കാണട്ടെ. ബേസിൽ ജോസഫ് ഇപ്പൊ ഈ ഒരു സമയത്ത് ഹീറോ ചെയ്യുന്ന സമയമാണ്. ഞങ്ങളുടെ സിനിമ കുറച്ചൊന്ന് മുന്നേ ഷൂട്ട് ചെയ്തതാണ്. അപ്പം ആ സമയത്ത് ഞങ്ങളൊരു പക്ക ക്യാരക്ടർ റോൾ എന്നുള്ള രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തേക്കണം. ആ സമയത്ത് ബേസിലായിട്ട് ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല, ഹ്യൂമർ ആണല്ലോ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ട്രാക്ക് മാറ്റി പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഫസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് എങ്ങനെ വേണം, ആര് ചെയ്യണം തീരുമാനിച്ചപ്പോൾ തന്നെ ബേസിൽ ജോസഫിനാണ് മനസ്സിൽ വന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങളടക്കം കണ്ടതല്ല. അപ്പം ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ ഈ ബേസിലെ വെച്ചിട്ടൊന്നും ഒരു പ്രൊമോഷൻ പോലും ചെയ്യാതെ ബേസിൽ പടത്തിൽ ഉണ്ടെന്ന് ഈ പടം കണ്ടു കഴിഞ്ഞ ആൾക്കാരൊക്കെ അറിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബേസിൽ വെച്ചൊരു പ്രൊമോഷൻ ചെയ്യാൻ. ബേസിലായിട്ടാണ് ഞങ്ങൾക്ക് പ്രൊമോഷനായി കിട്ടിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടോ പുള്ളിയുടെ തിരക്കാണോ, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബേസിലായിട്ടൊരു ഒരു ഡബ്ബ് പോലും ലാസ്റ്റ് ഒരു സീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതുപോലും പുള്ളി വന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും റൈറ്റിംഗിന്റെയും ഷൂട്ടിന്റെയും തിരക്കിന്റെ ഇടയിലാണ് വന്നത്. ആ ക്യാരക്ടർ വിജയിക്കട്ടെ. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫിലിമാണ്. എല്ലാവർക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം. ഉറപ്പായിട്ടും നമുക്ക് ബാഡ്മിന്റൺ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ല രീതിക്ക് എല്ലാവരും സ്പോർട്സിന്റെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഫിലിമാണ്. പിന്നെ നല്ല ക്യാരക്ടറൈസ്ഡ് ആയിട്ട് പടമാണ്. മാക്സിമം ഫാമിലി വന്ന് കാണാൻ നോക്കുക. നല്ല ലാഗിങ് ഒന്നുമില്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പടം മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ പടമാണ്, കണ്ടതിൽ ഏറ്റവും നന്നായിട്ട് തോന്നി. ഫാമിലി പടമായിട്ട് നല്ലോണം മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് കുറച്ച് നല്ലതായിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു. കളി ജയിക്കുള്ള ത്രില്ലിംഗ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടം. ഓ നല്ല അഭിനയമായിരുന്നു. കാരണം അതിൽ അഭിനയം ആരും ലാഗും കാര്യങ്ങളൊന്നുമില്ല. അതെ, നല്ല എല്ലാവരും നല്ല ക്യാരക്ടറായിരുന്നു. ഫുള്ളില്ല, കുറച്ചൊക്കെ. അതുപോലെ തന്നെ മാത്യു ബേസിലായാലും കാർത്തിക് ബേസിലായാലും അത് നമ്മളൊരു ബ്രദേഴ്സ് ഒരു ഫീൽ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു 2 കോമ്പോ കൂടി വരുമായിരിക്കും. മാത്യു ബേസിൽ ചേട്ടനീനായിട്ടോ അല്ലെങ്കിൽ അതൊരു കോമ്പോ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണിത്. അതുപോലെ തന്നെ പുതിയതായ കാർത്തിക് ആയാലും ചേട്ടനും ഒരു ഇത് വരുന്നു തോന്നുന്നു. നല്ല പടമാണ്, എല്ലാവരും ആശീർവദിക്കും. സെന്റിമെന്റ്സ് ഉള്ള പടം, നല്ലൊരു മോട്ടിവേഷനുള്ള പടം. അങ്ങനെ ഒരുപാട് നിലകളിലും വളരെയധികം നല്ല ഒരുപാട് മെസ്സേജുകൾ യൂത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിലെ കപ്പ് മിക്കാറ് ഈ സിനിമ കപ്പ് തന്നെ ആയിരിക്കും. ബേസിലെക്കാളും റാഫി എന്ന് പറയുന്ന പയ്യൻ, ചക്കപ്പടം റാഫി, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബേസിൽ മോശമല്ല, ചെറിയ റോളുള്ള പുള്ളിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പോലും ബേസിലെക്കാളും സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്ന റാഫി ചക്കപ്പുഴം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അമിത പ്രമേദം കൊള്ളാം, സംവിധാനം കൊള്ളാം. ഓരോ ഇമോഷൻസ്, ചെറിയ ചെറിയ ഇമോഷൻ സീൻസ് നമ്മുടെ മനസ്സിനെ
ശരിക്കും മുറിവേൽക്കുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സംവിധാനം കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.